രുദ്രനെ നോക്കുന്നതിന് ഒരു ഹോം നേഴ്സിനെ വെക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ വൈദ്യരാണ് പറഞ്ഞത് കൺമഷി മതിയെന്ന്. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദേവികയമ്മേ? രുദ്രേട്ടൻ്റെ അമ്മ സുഭദ്ര തങ്ങൾ ഇരുവരെയും ഒന്ന് നോക്കി. എന്ത് മറുപടി പറയണമെന്നറിയാതെ പരസ്പരം തങ്ങളൊന്ന് നോക്കി. അറിയാലോ, ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. രാത്രി ഇവിടെ നിൽക്കേണ്ടി വരും, അത് പ്രശ്നമില്ല. ഇവിടെ ഒരുപാട് മുറികളുണ്ട്. പക്ഷേ മോൾക്ക് സമ്മതമാവണം. അവൻ്റെ വയ്യാഴിക ഒന്ന് ഭേദമാവുന്നത് വരെ മതി. പിന്നെ കാശിൻ്റെ ആണെങ്കിൽ ദേവികയമ്മയ്ക്ക് അറിയാലോ, എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. സുഭദ്ര ദയനീയതയോടെ തങ്ങളെ നോക്കി. അയ്യോ, അതൊന്നല്ല സുഭദ്ര കുഞ്ഞെ, അവൾക്ക് സമ്മതമാണ്. പക്ഷേ അതല്ല, രാത്രി ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? കല്യാണം കഴിയാത്തൊരു കുട്ടിയും. അവർ മടിച്ചൊന്ന് നിർത്തി. മാടശ്ശേരിയിലെ ചെക്കനെ വെച്ച് പറയാൻ ഈ നാട്ടിലെ ഏതവനാ ദേവകി ധൈര്യം ഉണ്ടാവുക? ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞതേ ഓർമ്മയുണ്ടാവും. നാക്കരിഞ്ഞെടുക്കും ഈ രാഘവൻ. വാതിൽ കടന്നു വന്ന രാഘവൻ അത് പറഞ്ഞപ്പോൾ ദേവകിയമ്മൊന്ന് പരിങ്ങി. അദ്ദേഹം കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും ധൈര്യമില്ല ദേവകിയമ്മയ്ക്ക്. എന്നിരുന്നാലും ഒരു പാവമാണ് രാഘവൻ. സുഭദ്രയെ പോലെ തന്നെ അലിവുള്ള ഒരാൾ. കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. അതേ ദേഷ്യമാണ് രുദ്രനും കിട്ടിയിരിക്കുന്നത്. എന്നാൽ ദേവമ്മ സുഭദ്രയെ പോലെയാണ്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ദേവകി, നിന്റെ കുട്ടിയെ ധൈര്യമായി ഇവിടെ നിർത്താം. നിനക്കും അറിയാലോ രുദ്രനെ, നീ വളർത്തിയ ചെക്കനില്ലേ അവൻ. പിന്നെ അതിനൊക്കെ പുറമേ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുക ആ പാവം. പിന്നെ ഞാനും സുഭദ്രയും ദേവൂട്ടിയും. കൺമഷിക്കൊരു പ്രശ്നവും വരില്ല. മാത്രവുമല്ല, രണ്ടാൾക്കും നല്ലൊരു തുക തരും. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ദേവികയമ്മ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്ത് പറയണമെന്നൊരു ജോലിക്കാരിയായിട്ടാണെങ്കിലും അദ്ദേഹത്തെ ഈ സമയം നോക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ കൺമഷിയുടെ അഭിപ്രായം? അദ്ദേഹം തന്നിലേക്ക് നോക്കി. അതെ, ഇവിടെ ആരെയും വേറെ പണിക്ക് കിട്ടാനിട്ടല്ല. ഇയാൾക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് വൈദ്യർ പറഞ്ഞു. പോരാത്തതിന് ദേവികയുടെ കുട്ടി ഞങ്ങളുടെ കുട്ടി കൂടെയാ. അയാളുടെ മുഖത്ത് ഒരു വേള വാത്സല്യം നിറഞ്ഞു. എനിക്ക് സമ്മതമാണ് രഘുവച്ച. അവൾ വിക്കിയാണത് പറഞ്ഞത്. രാഘവച്ചൻ അത് കേൾക്കി അയാളുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെ ഉറ്റ സുഹൃത്ത് കേശവൻ്റെ മകൾ. ഒരു മനസ്സും ഇരു ശരീരവുമായി കഴിഞ്ഞവരായിരുന്നു തങ്ങൾ. അവൻ വലിയ തമ്പുരാട്ടിക്കുട്ടിയായ ദേവികയെ പ്രണയിച്ചിറക്കിക്കൊണ്ടുവരുമ്പോൾ താനായിരുന്നു കൂടെ ധൈര്യത്തിനുണ്ടായിരുന്നത്. വെറും കൂലിപ്പണിക്കാരനായിരുന്നവൻ വലിയ വീട്ടിൽ കഴിഞ്ഞ ദേവികയെ പൊന്നുപോലെ നോക്കുമെന്ന് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നീട് ഒരു ദിവസം പെട്ടെന്നായിരുന്നു അവൻ്റെ മരണം. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അന്ന് കൺമഷിക്ക് 2 വയസ്സ്. ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ആരുടെ മുൻപിലും ജോലിക്ക് പോകരുത് എന്ന് തനിക്ക് നിർബന്ധമായിരുന്നു. ഒരു പക്ഷേ തൻ്റെ വീടിനോളം സുരക്ഷിതമാവില്ല മറ്റൊരിടവും എന്നറിയാവുന്നത് കൊണ്ടാവാം ദേവികയെ അവിടുത്തെ ജോലിക്കാരി എന്ന പേരിൽ സംരക്ഷിച്ചു. ഉറ്റ ചങ്ങാതിയുടെ കുടുംബ വഴിയിലാവരുത്. സുഭദ്രയ്ക്കും അതറിയാവുന്നത് കൊണ്ട് തന്നെ ദേവികയെ ഒരിക്കൽ പോലും ഒരു ജോലിക്കാരിയെ പോലെ കണ്ടിട്ടില്ല അവൾ. പക്ഷേ ദേവികി ആത്മാഭിമാനമുള്ള സ്ത്രീയാണവൾ. വലിയ വീട്ടിൽ നിന്നും ഒന്നുമില്ലാത്തൊരുവൻ്റെ കൂടെ ഇറങ്ങി വന്നവൾ. കുഞ്ഞിനെ പോറ്റാൻ ജോലി ചെയ്തവൾ. ഒരിക്കൽ പോലും പണിയെടുക്കുന്ന വീട് എന്നതിനപ്പുറം അതിൽ കവിഞ്ഞ് പെരുമാറിയിട്ടില്ലവർ എന്നയാൾ ഓർത്തു. കുഞ്ഞിലെ പട്ടുപാവാടയിട്ട് ദേവികയ്ക്കൊപ്പം വരാൻ തുടങ്ങിയതാണ് കൺമഷി. ദേവുവിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കയ്യിൽ തൂങ്ങി. അന്ന് ദേവും രുദ്രനും തന്നെ അച്ഛനെന്ന് വിളിക്കുമ്പോൾ അവൾ എന്ത് വിളിക്കുമെന്ന് ആലോചിച്ച് നിന്നപ്പോൾ താനാണ് രാവു അച്ഛ എന്ന് വിളിച്ചാൽ മതിയെന്ന് പഠിപ്പിച്ചത്. ഇപ്പോഴും കുട്ടി അങ്ങനെ തന്നെ വിളിക്കുന്നത് കേട്ടപ്പോൾ അയാൾക്ക് വാത്സല്യം തോന്നി. അവളോട് വല്ലാത്ത വാത്സല്യം. രാത്രി കഞ്ഞിയുമായി കൺമഷി റൂമിലേക്ക് ചെന്നപ്പോൾ രുദ്ര നല്ല ഉറക്കത്തിലായിരുന്നു. കഞ്ഞി വിക്കി പറയുന്ന ശബ്ദം കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. അവൻ അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. ഈ നേരത്ത് എന്താണ് ഇവിടെ എന്നർത്ഥത്തിൽ. അത് മനസ്സിലായെന്ന പോലെ അവളൊരു കസേര കട്ടിലിൻ്റെ അരികിലായിട്ട് അതിലിരുന്ന് കഞ്ഞി കൊടുക്കാൻ തുടങ്ങി. എന്നോട് ഇവിടുത്തെ ഹോം നേഴ്സ് ആവാൻ പറഞ്ഞു ഇവിടുത്തെ അച്ഛൻ. ഞാൻ കുറേ ഒഴിഞ്ഞു മാറിയതാ, വൈദ്യർ പറഞ്ഞിട്ടാണത്രേ. അവൾ കഞ്ഞി പാത്രത്തിൽ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് ഇരുത്തി മൂളിയതേ ഉള്ളൂ. അവളൊരു സ്പൂണായി അവന് കൊടുക്കുവാൻ തുടങ്ങി. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിക്കൊണ്ട് ഏറെ നേരം നിശബ്ദത തളം കെട്ടി കിടന്നു. നീ ഇപ്പോൾ പഠിക്കാനൊന്നും പോകുന്നില്ലേ? ഏറെ നേരം കഴിഞ്ഞാണ് അവനത് ചോദിച്ചത്. ഇല്ല, അവൾ പറഞ്ഞു അവനെ ഒന്ന് നോക്കി. അതെന്താ? ആദർശിനോടുള്ള പ്രതികാരമാണോ? ഭാവഭേദങ്ങളൊന്നുമില്ലാതെ അവളോടായി ചോദിച്ചു. അവൻ്റെ വാക്കുകൾ കേൾക്കെ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു. രുദ്രേട്ടനെല്ലാം അറിഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. ഞെട്ടലോടെ അവനെ നോക്കി അവൾ. രുദ്രേട്ട? അവൾ ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി.
അവളുടെ ഭാവമാറ്റങ്ങൾ നോക്കി കാണുകയായിരുന്നു രുദ്രൻ. ഞാൻ നിനക്കൊരിക്കൽ ഒരു വാക്ക് തന്നിരുന്നു, ഒരിക്കലും വിട്ടിട്ട് പോവില്ലെന്ന്. ഓർക്കുന്നുണ്ടോ? തൻ്റെ കണ്ണുകളിൽ നോക്കിയാണത് അവൻ പറഞ്ഞത്. ആ ചോദ്യത്തിന് പതിയെ തലയാട്ടി. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അങ്ങനെ പോവുമെന്ന് തോന്നിയിരുന്നു നിനക്ക്? അവൻ്റെ ചോദ്യം കേൾക്കവേ ഞെട്ടലോടെ അവനെ നോക്കി. ഞാൻ ശരിക്കും ഒരു പൊട്ടനായിരുന്നു അല്ലേ കൺമഷി? കഥയറിയാതെ ആട്ടം കണ്ട പൊട്ടൻ. എന്നെ പറ്റിച്ചതല്ലേ എല്ലാവരും കൂടെ, നീയും. അവൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കും മുൻപേ അവളിൽ നിന്ന് എങ്ങലടികൾ ഉയർന്നിരുന്നു. കരയണ്ട, കരഞ്ഞിട്ടിനി ഇപ്പോൾ എന്താണ് കാര്യം? എൻ്റെ കൺമഷിയെ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരാളായി വിചാരിച്ചില്ല. അവൻ നോട്ടം അപ്പുറത്തെ ജനൽപ്പാളികളിലേക്ക് മാറ്റി പറഞ്ഞു തുടങ്ങി. കുഞ്ഞിലേ മുതൽ എന്നെ ചുറ്റിപ്പറ്റി നടന്നൊരു പെണ്ണ്. ആദ്യമൊക്കെ കൗതുകമായിരുന്നു, കിലുക്കാമ്പെട്ടി പോലെ ചിരിക്കുന്നവളോട്. പിന്നീട് ഇഷ്ടം തോന്നി, പിന്നീട് പ്രണയവും. താൻ ഗൗരവത്തോടെ നടക്കുമെങ്കിലും ഒന്നും അവളെ പറ്റി അന്വേഷിക്കുന്നില്ലെങ്കിലും അറിയാമായിരുന്നു അവളെ എനിക്ക്. ആ ഒരു അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അത് തൻ്റെ അഹങ്കാരം മാത്രമായി മാറി. ആ പെൺകുട്ടി ഇന്നില്ല. അവളുടെ ഓർമ്മകൾ. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വാ മൂടി. പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പിന്തിരിഞ്ഞോടി. അത് കാണുക അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ അപ്പോഴും പണ്ടെങ്ങോ മാഞ്ഞൊരു പുഞ്ചിരി വീണ്ടും അവനിൽ തെളിഞ്ഞു വന്നിരുന്നു. പിറ്റേന്ന് രാവിലെ കൺമഷി റൂമിലേക്ക് വരുമ്പോൾ നല്ല ഉറക്കത്തിലാണ് രുദ്രൻ. അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു. പഴയ രുദ്രൻ്റെ കൺമഷിയായി മാറിയ പോലെ തോന്നി അവൾക്ക്. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു രാവിലെ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. രുദ്രേട്ടാ. അവൾ കയ്യിലെ പാത്രം ധാവണിത്തുമ്പ് കൊണ്ട് മറച്ചു. കുസൃതിയോടെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കവേ മനസ്സിലായി അവൻ കുളിക്കുകയാണെന്ന്. അവൾ കൗതുകത്തോടെ മേശമേൽ വെച്ചിരുന്ന പുസ്തകം തുറന്നു നോക്കി. അവൾ ആ പുസ്തകത്തിലെ വരികൾ വായിച്ച് കിളിപോയി നിന്നു. ഇതെന്തൊക്കെയാ ഭഗവാനെ? എന്തൊക്കെയാണെങ്കിലും എനിക്കൊരു പുസ്തകപ്പുഴുവിനെയാണല്ലോ കിട്ടിയത്. അവൾ തലയിൽ കൈവച്ച് നിൽക്കുമ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഡി. ബുക്ക് താഴെ വെക്കുന്നതും തന്നെ വിളിക്കുന്നതും ഒരുമിച്ചായിരുന്നു. താൻ ആ മുഖത്ത് നോക്കുമ്പോൾ എന്താണ് എന്നർത്ഥത്തിൽ പുരികമുയർത്തി ചോദിക്കുന്നുണ്ട്. അവൾ അവനെ നോക്കി വെളുക്കിനെ ഒന്ന് ചിരിച്ചു കാണിച്ചു. നീ എന്താ ഇവിടെ? അവൻ തല തുവർത്തിക്കൊണ്ട് അവൾക്കരികിലേക്ക് നടന്നെടുത്തുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ മറന്നു, ഇന്ന് രുദ്രേട്ടൻ്റെ പിറന്നാളല്ലേ, ഞാൻ പായസം കൊണ്ടുവരാൻ വന്നതാ. പിന്നെ അവൾ പകുതിക്ക് നിർത്തിയപ്പോൾ കണ്ണാടിയിലൂടെ അവൻ അവളെയൊന്ന് നോക്കി. പിന്നെ പ്രസാദവുമുണ്ട് ദാ. അവൾ കൈനീട്ടി കാണിച്ചപ്പോൾ അവൻ പുഞ്ചിരിയോടെ അവൾക്ക് മുൻപിൽ വന്നു നിന്നു. അവൾ പുഞ്ചിരിയോടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു പ്രസാദം. വേറൊന്നുമില്ലേ? അവൾ പ്രസാദം തൊട്ട കൈവിരലുകൾ കൈക്കുള്ളിലാക്കിക്കൊണ്ടവൻ ചോദിച്ചു. അവൾ പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഉറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അവളുടെ മേലാകെ കുളിര് കോരുന്നത് പോലെ തോന്നി. എനിക്ക് വേറൊന്നുമില്ലേ പിറന്നാൾ സമ്മാനം? അവൻ ഒന്നുകൂടെ ചേർന്ന് നിന്ന് ചോദിച്ചപ്പോൾ അവൾ പതർച്ചയോടെ താഴേക്ക് നോക്കി. അത് പായസമുണ്ടല്ലോ. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവനിൽ നിന്ന് കുതിറി മാറിക്കൊണ്ട് അവൾ മേശമേ വെച്ചിരുന്ന പായസപാത്രം എടുക്കാനായി പോയി. പക്ഷേ അപ്പോഴേക്കും അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. എനിക്ക് അതിലേറെ മധുരമുള്ള എന്തെങ്കിലും വേണമെങ്കിലോ? അവൻ പുരികം പൊക്കി ചോദിച്ചപ്പോൾ അവളെ ഉമിനീരിറക്കി അവനെ ഒന്ന് നോക്കി. പെണ്ണിൻ്റെ മുഖത്താകെ വിയർപ്പ് പൊടിയുന്നുണ്ട്. തരുമോ എനിക്ക്? ദാ ഇവിടെ. അവൻ കവളിൽ തൊട്ട് കാണിച്ചപ്പോൾ അവൾ പുഞ്ചിരിയോടെ അവനരികിലേക്ക് ചേർന്ന് നിന്നു. ഒന്നുയർന്ന് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ഹാപ്പി ബർത്ത്ഡേ രുദ്രേട്ടാ. അവൻ്റെ ചെവിയോരം പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അവൻ അവളുടെ ചുംബനത്തിൽ മുഴുകിയിരുന്നു. അവനും അവളുടെ മേൽചുണ്ടിൽ മേലമർത്തി ചുംബിച്ചു. പതിയെ കീഴ്ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകൾക്കിടയിലാക്കി. അവളുടെ ചുണ്ടുകൾക്ക് വല്ലാത്ത മധുരം പോലെ തോന്നി. അവൾ ആവേശത്തോടെ അവളുടേതിനെ പൂർണ്ണമായും സ്വന്തമാക്കി. നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞു. പതിയെ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. അവളുടേത് അവൻ്റെ മുടികളിലും. അവൻ്റെ ചുണ്ടുകൾ സ്ഥാനം തെറ്റി ഇറങ്ങുന്നതറിഞ്ഞപ്പോൾ അവൾ പിടപ്പോടെ അവനെ നോക്കി. പക്ഷേ ആ കണ്ണുകളിലെ വികാരം അവളെ തളർത്തി. അവൾ ആലസ്യത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. രുദ്രേട്ടാ വേണ്ടട്ടോ, അവൾ മൃദുവായി അവൻ്റെ നെഞ്ചിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അവൻ അപ്പോഴും പുഞ്ചിരിയോടെ അവളിൽ നിന്ന് മുഖം മാറ്റിയിരുന്നു. പക്ഷേ അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച കൈകൾ മുറുക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താ, നീ നിന്ന് സ്വപ്നം കാണുവാണോ? അവൻ്റെ ശബ്ദം കേൾക്കവെയാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. ഞെട്ടലോടെ നോക്കുമ്പോൾ തന്നെ നോക്കുകയാണ് അവൻ. അത് കാണുക അവൾ വല്ലാത്ത ജാളിത തോന്നി. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അല്ല, ചിന്തകളല്ലല്ലോ, ഒരിക്കൽ തനിക്ക് സ്വന്തമായിരുന്ന ഓർമ്മകൾ, തൻ്റെ മാത്രം ഓർമ്മകൾ. അവളൊന്ന് നെടുവീർപ്പിട്ട് അവനെ നോക്കി.
സോറി ഞാൻ. അവൾ വാക്കുകൾക്കായി പരതി. അത് കണ്ടപ്പോൾ അവന് മനസ്സിലായിരുന്നു ഏതോ പഴയ ഓർമ്മകളിൽ പെട്ടുപോയതാണ് അവളെന്ന്. അവനും ഒന്ന് നിശ്വസിച്ചു. പല്ല് തേക്കണ്ടേ, വായോ? അവൾ മുഖത്ത് വന്ന ജാളിത മറച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടെന്ന പോലെ അവനോട് ചോദിച്ചു. ശേഷം അവനെ പിടിച്ചെണീപ്പിച്ച് വീൽ ചെയറിലിരുത്തി ബാത്റൂമിൽ കൊണ്ടുപോയി പല്ല് തേപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് കിടത്തി. എണ്ണ തേപ്പിച്ച് കിടത്തണമായിരുന്നു. എല്ലാം പറഞ്ഞേൽപ്പിച്ചാണ് വൈദ്യർ തലേ ദിവസം പോയത്. എണ്ണ ഒരാളുടെ സഹായമില്ലാതെ തേക്കാൻ പറ്റില്ല. ദേവിയെ പോയി വിളിച്ചു. അവളും താനും കൂടി ശരീരമാകെ എണ്ണ തേച്ച് പിടിപ്പിച്ചു. നീ കേട്ടോ കൺമഷി, രുദ്രേട്ടന് ഒരു പെൺകുട്ടിയോട് വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയല്ല, അങ്ങ് ബാംഗ്ലൂരിൽ. അവളുടെ അമ്മാവന്മാര് തല്ല് ഓടിച്ചതാ ഇതെന്നാണ് പറയുന്നത്. ഇടക്ക് ദേവ പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ ഉള്ളിലെവിടെയോ ഒരു നോവ് അറിഞ്ഞിരുന്നു. ഡി, വല്ലാതെ ഡയലോഗ് അടിച്ചാലേ ഭിത്തിയിൽ ഒട്ടിക്കും ഞാൻ, പറഞ്ഞേക്കാം. അവൻ അവളെ നോക്കി കണ്ണിരുട്ടി. ഉവ്വ, ആദ്യം ഏട്ടനൊന്ന് നേരെ നിൽക്കാൻ നോക്ക്, എന്നിട്ട് മതി. അവൾ നോക്കി ചുണ്ടുകൊട്ടി. അത് കാണുക തങ്ങൾ രണ്ടുപേരുടെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു. പണ്ടും അവൾ അങ്ങനെയാണ്. വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് അവൾക്കരികിൽ നിൽക്കുമ്പോൾ. എത്ര വിഷമമുണ്ടെങ്കിലും ആളുണ്ടെങ്കിൽ കൂളാവും നമ്മൾ, അവൾ ഓർത്തു. കുഞ്ഞിലെ മുതലുള്ള കൂട്ടാണ് അവളും രാജീവും. രണ്ടുപേരും തൻ്റെ മനസ്സറിയുന്നവരായിരുന്നു. ഇപ്പോഴും അവർ രണ്ടാളും നല്ല കൂട്ടാണ്. അവനും അവൾക്കൊപ്പമാണ് പഠിക്കുന്നത്. പക്ഷേ താൻ മാത്രം. അവളൊന്ന് നെടുവീർപ്പിട്ടു. പിന്നീടുണ്ടല്ലോ കൺമഷി, ആ കുട്ടിയില്ലേ ഡയാന, ആൾക്ക് രുദ്രേട്ടന് വലിയ ഇഷ്ടമാ അല്ലേ ഏട്ടാ? അവൾ വീണ്ടും അവനെ ചൊടിപ്പിക്കാൻ പറയുവാണ്. ഡി, എൻ്റെ ഒന്ന് മേടിക്കുമേ. ഡയാനയ്ക്ക് എന്നെ ഇഷ്ടമാണ്, അവളെ എനിക്കും. അതാരോടും പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഗൗരവത്തോടെ പറഞ്ഞ് തന്നെയൊന്ന് നോക്കി. ആ വാക്കുകൾ തനിക്കാണെന്ന് മനസ്സിലായിരുന്നു. ഉള്ളിലെവിടെയോ ഒരു നോവ്, നേർത്ത നോവ്. ഒരു പെൺകുട്ടി, രുദ്രേട്ടൻ്റെ പ്രണയം. അപ്പോൾ കൺമഷിയെ അല്ലാതെ വേറെയാളെ സ്നേഹിക്കാനൊക്കെ അറിയാം. നോവിനിടയിലും നേരിയ കുശുമ്പ് നിറഞ്ഞു. ഉള്ളിലെവിടെയോ ആ പഴയ കൺമഷിയായ പോലെ, നീലമഷി പേനയോട് കുശുമ്പ് തോന്നിയ രുദ്രൻ്റെ കൺമഷിയായ പോലെ. അവളൊന്നും മിണ്ടാതെ തൈലം തേക്കുമ്പോഴായിരുന്നു മാടശ്ശേരി മുറ്റത്തൊരു ബൈക്ക് വന്നു നിന്നത്. ജനാലക്കരികിൽ പോയി നോക്കിയ ദേവ കണ്ണുകൾ തിളങ്ങി. ബൈക്കിൻ്റെ പിന്നിൽ നിന്ന് രാജീവൻ ഇറങ്ങി. മുൻപിൽ ബൈക്ക് ഓടിച്ച ആളെ കണ്ടപ്പോൾ അവൾ തിടുക്കത്തിൽ ഇറങ്ങി. അപ്പോൾ അവളുടെ ചുണ്ടുകൾ നാണത്തോടെ പതിയെ മന്ത്രിച്ചു. സിദ്ധുവേട്ടൻ.